പുരുഷന്മാർക്ക് ശരിക്കും ജനറ്റിക്കലി ധൈര്യം കൂടുതലുണ്ടോ? വളരെ വീക്കായിട്ടുള്ള പുരുഷന്മാരും ഉണ്ട്, നല്ല കരുത്തുറ്റ സ്ത്രീകളും ഉണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അതാണ്. കാറിൽ കയറുന്നതിന് മുമ്പ് കരഞ്ഞിട്ട് പോകുന്ന. പാനിക് ഡിസോർഡേഴ്സ് ഫ്രീക്വന്റ്ലി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പെട്ടെന്ന് എന്തോ വന്ന് മരിക്കാൻ പോണമാര് തോന്നുന്ന അവസ്ഥ, തല വേദന ഇങ്ങനെ വരും, ശ്വാസം മുട്ടിൽ വരുമോ എന്നുള്ള പാനിക് അറ്റാക്ക്. ഇതൊക്കെ ഒന്ന് ഈ മുറിയിൽ ആൾക്കാർ കുഴഞ്ഞു വീഴാറുണ്ട്. 3 ദിവസമായി ഈ കുട്ടി ഉറങ്ങിയിട്ട്. വർത്ത്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് ഫ്രം അതേഴ്സ്. ആ ഒരു ബ്രേക്കും ഷെയറിങ്ങും ബ്രീത്തിങ് ടൈമും എടുക്കണം നല്ലതാണ്. അപ്പൊ നമ്മൾ ഉള്ള സമയം എൻജോയ് ചെയ്യാൻ പഠിക്കണം. അത് പതുക്കെ പതുക്കെ നമ്മുടെ മൂഡ് ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്ട്രോങ് ആക്കി നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. MBBS 5 കൊല്ലം, MD 3 കൊല്ലം, DMO DNB ഒക്കെ പാസ്സായി വരുമ്പോൾ 28-30 വയസ്സാവും. ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് ഒരു ഡോക്ടറാകുന്നത്. ഒരു യുവ എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു മദ്യപാനിയുടെ കൂടെയുള്ള മക്കളുടെയും ഭാര്യയുടെയും ജീവിതമാണ് ഏറ്റവും വലിയ നരകമെന്ന്. എന്റെ വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ല, എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. അത് വരുമ്പോഴാണ് ഇവരെല്ലാം ഭയങ്കരമായിട്ട് മോശമായി പോകുന്നത്. പുരുഷന്മാർക്ക് ശരിക്കും ജനറ്റിക്കലി ധൈര്യം കൂടുതലുണ്ടോ? ശരിക്കും വളരെ വീക്കായിട്ടുള്ള പുരുഷന്മാരും ഉണ്ട്, നല്ല കരുത്തുറ്റ സ്ത്രീകളും ഉണ്ട്. ശരിക്കും ജനറ്റിക്കലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കൂടുതൽ ധൈര്യം? അതങ്ങനെയല്ല പുരുഷന്മാര്. അതിന് 3 റീസൺ ഉണ്ട് കേട്ടോ. ഒന്ന് ജനറ്റിക് റീസൺ. ജനറ്റിക് എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ. ഇപ്പോൾ ഒരു കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുമല്ലോ, ആണായാലും പെണ്ണായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതൊരു 11, 12, 13 വയസ്സാകുമ്പോൾ ആണും പെണ്ണുമായിട്ട് ഒരു വേർതിരിവ് വരുന്ന ഒരു സമയമാണ് അഡോളസൻ, ഏർലി അഡോളസൻ. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞ ഹോർമോൺസാണ് ആൺകുട്ടീനെ നിശ്ചയിക്കുന്നത്. അതിൻ്റെ അളവനുസരിച്ചാണ് അവൻ്റെ മസിൽ ഡെവലപ്മെൻറ്റും സൗണ്ടിൻ്റെ ചേഞ്ചും സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സും സെക്ഷുവൽ ഓർഗൻസൊക്കെ ഡെവലപ്മെൻറ്റ്. പെണ്ണുങ്ങൾക്ക് ഈ പ്രോജസ്ട്രോൺ, ഈസ്ട്രജൻ്റെ അളവനുസരിച്ച് അവർക്ക് നല്ല ഷേപ്പും ഭംഗിയും സുന്ദരിമാരൊക്കെ ടീൻസിലോട്ട് കിടക്കുകയാണല്ലോ. 13-14 വരുമ്പോൾ അവർക്ക് അതിൻ്റേതായ കോൺഷ്യസ് ആവും, ബ്യൂട്ടി കോൺഷ്യസ് ആവും, മുടി വാരാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇതാണ് ജനറ്റിക് റീസൺ. പിന്നെ സോഷ്യൽ റീസൺസ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ, ഇപ്പം മാഡം ചോദിച്ചില്ലേ ആണുങ്ങൾക്ക് മനസ്സില്ലാത്ത, ശരിക്കും ഒരു ആണും പെണ്ണും കൂടി കല്യാണം കഴിച്ച് പോകുമ്പോഴേ പെണ്ണുങ്ങളെ ജനങ്ങൾ കരയാനായിട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കണല്ലേ. ഈ വീട് വിട്ട് വേറൊരു വിട്ടിട്ട് പോകുമ്പോൾ അവർ കരയാത്തത് എന്താണെന്ന് ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന അതാണ്. കാറിൽ കയറുന്നതിന് മുമ്പ് കരഞ്ഞിട്ട് പോകുന്ന. അത് തന്നെ. പക്ഷെ ആണുങ്ങൾ കരഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും? അവനൊരു അമൂൽ ബേബി, ഇവനെ കൊണ്ട് എന്ത് സാധിക്കും? അപ്പോൾ ആണുങ്ങൾക്ക് സങ്കടമില്ലാണ്ടൊന്നുമല്ല, അവർ പിടിച്ച് നിൽക്കും. They will not show their weaknesses outside. ഇതുമായിട്ട് ചേർത്ത് നിർത്തി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ മെൻസ് ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായിട്ട് മാനായിട്ട് പ്രിറ്റൻഡ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ മെൻസിന്റെ ജീവിതം കഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. ശരിക്കും മെൻസിന്റെ മെന്റൽ ഹെൽത്ത് പോലും പല സ്ഥലങ്ങളിലും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴുണ്ടോ, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. എൻ്റെ വൈഫ്, എൻ്റെ പിള്ളേരൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സായി. അവരെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അതെ, അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പ വരുന്നുണ്ട്, നീ കാണിച്ചതിനൊക്കെ ഇവിടെ ഭയങ്കര കോളിലൊക്കെ സൃഷ്ടിക്കും, അടിക്കും, രക്തം ഇങ്ങനെ തീറ്റി പോകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിക്കും. ഞാൻ ഇതുവരെ അവർ തല്ലി വന്നിട്ടില്ല. വായിത്തന്നെ എന്നെ പറഞ്ഞ് ഞാൻ ഇത്ര വലിയൊരു ക്രൂരനാണെന്നോ കിട്ടിയില്ലാതെ. പക്ഷേ ഞാനിതുവരെ പക്ഷേ ഈ കുട്ടികൾ വലുതാകുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പനൊരു പാവം പിടിച്ചല്ല, അമ്മ ഇത് പറഞ്ഞുണ്ടാക്കണതാണ്, എന്തൊക്കെ മനസ്സിലാക്കിക്കോളും. നമ്മളത് ഒന്നും ചെയ്യണ്ട. പക്ഷെ അതാണ് നല്ലത്, ഒരാളെ പേടി ഉണ്ടാവണമല്ലോ. ഒന്ന് സോഷ്യൽ റീസൺ, ജനറ്റിക് റീസൺ ഞാൻ പറഞ്ഞു. സൈക്കോളജിക്കലി ഒരു കാര്യമുണ്ട്. ഒരു കുടുംബം എടുത്ത് നോക്കിയാൽ ആരാണ് ആദ്യം എഴുന്നേക്കുന്നത്? മാഡം പറയൂ. അമ്മയായിരുന്നു. എന്തിനാണ് ആദ്യം എഴുന്നേക്കുന്നത്? ഫുഡ് ഉണ്ടാക്കാൻ. എങ്ങനെയാണ് ഓടുന്നത്? ഓഫീസിലേക്ക്. ഓഫീസിലല്ല, ഫുഡ് ഉണ്ടാക്കണ എങ്ങനെ? കിച്ചണിലേക്ക്. ചിലപ്പോൾ പല്ലിയേക്കാനോ ടോയ്ലറ്റ് വാഷ്റൂമിൽ പോകാതെ ആയിരിക്കും അവർ പോകുന്നത്. പിന്നെ രണ്ടാമത് എഴുന്നേക്കണ ആര്? അച്ഛൻ.
എപ്പോഴായിരിക്കും എഴുന്നേക്കുന്നത്? ഫുഡിണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ചായയും ഇതൊക്കെയാ. ചായ. എല്ലാ മലയാളികൾക്കും ആവശ്യം ആദ്യം ചായ. അത് കഴിഞ്ഞിട്ട് ഒരു പത്രം. മലയാള മനോരമ എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ഏത് പത്രമായാലും പത്രം വേണം, ചായ വേണം. ഇത് കിട്ടിക്കഴിയുമ്പോൾ അവർ എൻജോയ് ചെയ്താണ് ചെയ്യും. അപ്പോൾ പുരുഷന്മാരല്ലേ കൂടുതൽ ലൈഫ് എൻജോയ് എന്ന് പറയും. അവർക്ക് ഇനിയും ജോലികളൊക്കെ കിടപ്പുണ്ട്, പക്ഷെ വീട്ടിൽ കിടന്ന് മസിൽ പിടിക്കാറില്ല അവർ. പതുക്കെ എഴുന്നേറ്റ് ചായ. ഇത് പെണ്ണുങ്ങൾ കണ്ട് പഠിക്കണം. കാരണം അവർ ഇത്രയും വലിയ ലൈഫ്. ഞാൻ ഏറ്റവും കാര്യം ഇപ്പം മാഡം ചോദിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയുന്നത്, ലൈഫ് ഒരെണ്ണം ഉള്ളല്ലോ. മാഡത്തിന് എത്ര കൊണ്ട് ഒരെണ്ണം, എനിക്ക് ഒരെണ്ണമുള്ളൂ. ഒരു പ്രാവശ്യവും മരിക്കുള്ളൂ, എല്ലാ ദിവസവും മരിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഉള്ള സമയം എൻജോയ് ചെയ്യാൻ പഠിക്കണം. അത് ഈ കിടക്കുന്ന അത് ആണുങ്ങളാണ് ബെസ്റ്റ് എൻജോയിങ് ലൈഫ്. ഇപ്പോൾ പറയും വിമൻസ് ആർ എൻജോയിങ് ഓൾസോ, ബട്ട് പണ്ട് മുതലേ ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ദേ എൻജോയ് ലൈഫ് ബെറ്റർ ദാൻ വിമൻ. ഈ ചായ ഊതി കുടിച്ച് പത്രം വായിച്ച് പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളിലോട്ട് അവരിങ്ങനെ കടന്നുപോയി. ജെന്റിൽമാൻ. അപ്പോൾ അത് പെണ്ണുങ്ങൾ കൂടി പഠിക്കുന്നത് നല്ലതാണ്. അവർക്ക് മാനസികമായിട്ട് സെൽഫ് ലവ്. മീ ടൈം. മീ ടൈം. ഈ പത്രം വായിക്കണ മീ ടൈം അല്ലേ? പെണ്ണുങ്ങൾക്ക് എന്താ മീ ടൈം ഇല്ലേ? ചായ ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയിലൊക്കെ കാണാം, ഇപ്പോൾ ചായ എന്ന് പറഞ്ഞ ഭർത്താവ് ചെറുതാണ് ഭാര്യ ചായ കൊണ്ട് കഴിഞ്ഞ് ഭർത്താവിന് ചായയൊക്കെ ഉണ്ടാക്കാം, നീ കോഫി ഉണ്ടാക്കും എന്നൊക്കെ പറയും. പക്ഷെ ഉണ്ടാക്കാൻ വീട്ടുകാരും ഉണ്ട്. പക്ഷേ ചില നമ്മുടെ പഴയ മലയാളികൾക്ക് സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കി ഭർത്താവിന് കൊടുക്കുമ്പോഴുണ്ടാകുന്ന അത് ഊതി കുടിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാകും. ലവ് ലാംഗ്വേജ് ആയിട്ട് അത് മാറുന്നു. അതെ, അങ്ങനെയുണ്ട്. അപ്പോൾ അതും പത്രവും അല്ല ബിസ്ക്കറ്റോ അല്ലെങ്കിൽ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കഴിക്കുക, അത് എൻജോയ് ചെയ്യുക, മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക, കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുക. അതാണ് ലൈഫ്. ബാക്കി 9 മണി കഴിഞ്ഞാൽ സംഗതി മാറി, ഒരു പൊക്കൊക്കെ മാറി. ഹോസ്പിറ്റലിൽ പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോകണം, അവിടെ ജോലികളായി അവരുടെ പ്രശ്നമായി. അത് വേറൊരു ലൈഫ്. പിന്നെ ആണുങ്ങൾ എപ്പോഴും ബ്രേക്ക് എടുക്കും, ചായ ബ്രേക്ക്, 11 മണിക്കൊരു ബ്രേക്ക്. പെണ്ണുങ്ങൾ ബ്രേക്കൊന്നും എടുക്കൂല. ഓവർ ആത്മാർത്ഥതയോടെ തന്നെ ചിലപ്പം ഈ എപ്പിസോഡ് ഉണ്ടാക്കണമെങ്കിൽ ആത്മാർത്ഥതയോടെ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റഡിയൊക്കെ ചെയ്ത് അതൊക്കെ വരുന്നത്. ആണുങ്ങളത് വരണെടുത്ത് വെച്ച് കാണട്ടെ എന്നുള്ള രീതിയിലാണ് ആ പോക്കും. പിന്നെ അതുമല്ല, അവർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. നീ എന്ത് ചെയ്തു, ഞാനിത് ചെയ്തു, അവിടെ പോയാൽ മതി, ഇത്ര പോളൂ കാര്യം ഇങ്ങനെ പറയും. അപ്പം നമുക്ക് സമാധാനമില്ലേ? ഇത്രയും ചെയ്താൽ മതി, നീ കൂടുതലൊന്നും ചെയ്യണ്ട, ഇതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഇത്ര ഉള്ളൂ എന്ന് പറഞ്ഞു തരും. അതാണ് ഈ ഷെയറിങ്. ആ ഒരു ബ്രേക്കും ഷെയറിങ്ങും ഒരു ബ്രീത്തിങ് ടൈമും എടുക്കണം, നല്ലതാണ്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രെസ് റിലീവറാണ്. പിന്നെ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം തമാശയൊക്കെ പറയുക. ഈ ബേൺഡ് ഔട്ട് കളയണമെങ്കിൽ ഏറ്റവും നല്ലത് തമാശയാണ്. രോഗികളൊക്കെ ഭയങ്കര പ്രശ്നം, തലവേദനയാണ് സാറെന്നും പറഞ്ഞിങ്ങനെ വരും. ഇവിടെ MRI CT സ്കാൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, തലവേദനയായിട്ട് ഇതുവരെ മജ്ജൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറയും ഇനിയിപ്പോൾ തലയേറ്റ മാറ്റി പുതിയൊരു തലയേറ്റ. അപ്പോൾ അങ്ങനെ ഒരു തമാശ രീതിയിൽ പറഞ്ഞ് സാറിൻ്റെ ഒരു തമാശ എന്നൊക്കെ പറയുവർ. അപ്പോൾ നമ്മളെപ്പോഴും ഈ കാണുന്ന ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയും വേണം. അതേ സമയം അതിന് കുറച്ചൊക്കെ ഒരു നർമ്മരസത്തിൽ സംസാരിച്ചാൽ നല്ലതായിരിക്കും. ഡോക്ടർ, ഇപ്പം കൂടുതലായിട്ടും ആളുകൾക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നു, പാനിക് അറ്റാക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ഇത് നമുക്ക് സെൽഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഹോസ്പിറ്റലിലേക്ക് പിന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? പാനിക് അറ്റാക്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ ഈ പാനിക് ഉണ്ടാക്കുന്നത് ശരിക്കും അസുഖങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഷുഗർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പാനിക് അറ്റാക്ക് ഉണ്ടാവും. വെറും പാനിക് അറ്റാക്ക് വരുമ്പോൾ ഞങ്ങൾ ഡോക്ടർമാരാണല്ലോ, അപ്പോൾ ആദ്യം നമ്മൾ ഇയാളുടെ പൾസൊക്കെ ഒന്ന് പിടിച്ചു നോക്കണം, ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നൊക്കെയാണ്. ടെസ്റ്റ് ചെയ്തിട്ട് ഷുഗർ നോക്കണം. പ്രായമുള്ളവർക്ക് ഈ ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോയാൽ പാനിക് അറ്റാക്ക് ഉണ്ടാവും. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം പാനിക് അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ഒരു വൈദ്യന്, മാനസിക രോഗ വിദഗ്ധനും വൈദ്യനുമാണല്ലോ. MBBS MD DNB ഒക്കെ പാസ്സായതാണ് ഞാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഈ വലിയ വലിയ രോഗങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം. അത് വെറുതെ പിടിച്ചൊക്കെ നോക്കിയാൽ മതി, ഷുഗർ നോക്കാൻ മതി, പ്രായമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാനിക് അറ്റാക്ക് സൈക്കോളജിക്കലാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ മാഡം ചോദിച്ച ക്വസ്റ്റ്യന് ഉത്തരം ഉണ്ട്. അത് ലാസ്റ്റാണ് മരുന്ന് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ അവരോട് ഇങ്ങനെ ഓടി ഓടി നടക്കരുതും, എവിടെയെങ്കിലും ഇരിക്കാൻ പറയണം, ഒരു കസേരമേൽ ഇരിക്കാൻ.
ഓടി നടന്നാൽ പാനിക് അറ്റാക്ക് ആയിട്ട് ഇങ്ങനെ ഓടി വന്നാൽ പാനിക്ക് കൂടി വരുള്ളൂ. എവിടെയെങ്കിലും ഇരിക്കുക. ഫസ്റ്റ് ലെറ്റ് ദം സിറ്റ്. സെക്കൻഡ് ദേ ഷുഡ് ഗ്രൗണ്ട് ദംസെൽഫ്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കാലൊക്കെ ഇങ്ങനെ ഈ ഇരിക്കുന്ന ഇതുണ്ടല്ലോ, നമ്മൾ എപ്പോഴും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറയണം. മനസ്സ് എപ്പോഴും പറഞ്ഞാൽ കേൾക്കൂല. അപ്പം ശരീരത്തോട് പറയാം, കൈ ഇങ്ങനെ വെക്കുക, കാല് ക്രോസ് ചെയ്യുക, എവിടേക്ക് ചാരി ഇരിക്കുക, ഇത് ബ്രീത്ത് ചെയ്യുക. ബ്രീത്തിങ് ആക്ച്വലി വെൻ ഇൻസ്പയറേഷനും എക്സ്പിറേഷനുമാണ് ഉള്ളത്. ഈ എക്സ്പിറേഷൻ നടക്കുമ്പോൾ ഇങ്ങനെ ബ്രത്ത് എടുത്തിട്ട് ഊതി ഇങ്ങനെ വിടുമ്പോൾ നമ്മുടെ പൾസ് റേറ്റ്, ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ് എല്ലാം കുറയും, രണ്ടു വിധം കുറയും. അത് നമ്മുടെ ബോഡി മെക്കാനിസം. അതാണ് ബ്രീത്തിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നമ്മുടെ ശരീരത്തിലോട്ടുള്ള രക്തോട്ടമൊക്കെ പെരിഫറൽസിലോട്ടുള്ള കൂടുതലുണ്ടാവും. അപ്പോൾ ഇതിനെടുത്തിട്ട് ഒരു 10-15 പ്രാവശ്യം ബ്രീതിങ് ഔട്ട് ചെയ്യാൻ പറയാം, എവിടെയെങ്കിലും അഴങ്ങാണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സാധാരണ മനുഷ്യർക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ പെട്ടെന്നൊരു ബാഡ് ന്യൂസ് കേൾക്കുമ്പോഴായിരിക്കാം. നോട്ട് നിരോധന, ഇതൊക്കെ പാനിക് ഉണ്ടാക്കുന്നവരുണ്ട്. കോവിഡ് എന്ന് പറഞ്ഞിട്ട് ശ്വാസം മുട്ടൽ വരുമോ എന്നുള്ള പാനിക് അറ്റാക്ക്, ഇതൊക്കെ ഒന്ന് ഈ മുറിയിൽ ആൾക്കാർ കുഴഞ്ഞു വീഴാറുണ്ട്. കാരണം അവർക്ക് പേടിയാണ്. ഈ മീഡിയയൊക്കെ വളരെയധികം നെഗറ്റീവായിട്ട് കാര്യങ്ങൾ, നെഗറ്റീവ് മാത്രമല്ല കൂടുതലും പേടിപ്പിക്കും. അതൊക്കെ എനിക്ക് പിടിക്കുമോ, മരിച്ചു പോവാ, H1N1 ആണോ, എയ്ഡ്സ് ആണോ, അല്ലെങ്കിൽ കോവിഡ് ആണോ, ഇപ്പോൾ രണ്ടാമതും കോവിഡ് വരിക എന്നുള്ളൊരു ഭയം. ഇപ്പം നമ്മൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചുള്ള എക്സാമിൻ ചെയ്തിട്ട് ഇതൊന്നും ഇല്ല എന്ന് പറയലും ഇവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നല്ല കാര്യത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു. ഒരു 3 കാര്യങ്ങൾ ഇഷ്ടമുള്ള ചിന്തിക്കാൻ പറയണം. ചിലവർക്ക് വല്ല മൂന്നാറിലോ എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഇരിക്കുക. ചിലവർക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമൊന്നും ചിന്തിപ്പിക്കരുത്. ചിലവർക്ക് സീ സൈഡ് ബീച്ച് പോയിരിക്കുക. ചിലവർക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും കാട്ടിലൊക്കെ പോയിരിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ മഴയൊക്കെ നോക്കിയിരിക്കുക. അങ്ങനെയുള്ള ചില 3-4 കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറയണം. പിന്നെ സൗണ്ടുകൾ, കിളികളുടെ സൗണ്ട്, നല്ല നല്ല സമാധാനം കിട്ടുന്ന സൗണ്ടുകൾ കേൾക്കാനായിട്ട് അവരോട് പറയാം. ചിലപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഗുളികകളുണ്ട്. ഈ ബെൻസോഡൈസപിൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിനെ ഗാബ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയും. അപ്പോൾ ഏറ്റവും നല്ലത്, ഇപ്പോൾ ഞാൻ കോവിഡായിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഈ മാഡം ഇരിക്കുന്ന ആസേന തന്നെ വന്നിരുന്ന് കുഴഞ്ഞു വീണ ഒരു CA പെണ്ണുണ്ട്. ഫിലിം ആക്ടേഴ്സ് ഉണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഇതെല്ലാം എക്സ്റേ ഒക്കെ കാണിച്ചു കൊടുത്ത് ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗുളിക കൊടുത്തു കഴിയുമ്പോൾ എന്നിട്ട് ശ്വാസം വലിച്ചു വിടാൻ പറഞ്ഞാൽ ഭയങ്കര സമാധാനം പോകും. അന്ന് ഉറങ്ങുകയും കിട്ടും. നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം വരില്ലല്ലോ. ഇതിപ്പോൾ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അന്ന് SOS ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരെണ്ണം കൊടുക്കുക. അന്ന് തന്നെ ഉറങ്ങിക്കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എനിക്ക് വലിയ രോഗമില്ല, പിന്നെ തുടർച്ചയായിട്ട് കഴിക്കണമെന്നൊന്നുമില്ല. പാനിക് ഡിസോർഡേഴ്സ് ഫ്രീക്വന്റ്ലി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതിൻ്റെ റൂൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മാസത്തിൽ 3-ൽ കൂടുതൽ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരെണ്ണമൊക്കെ വന്നാൽ കുഴപ്പമില്ല, ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസോർഡർ ആവില്ല. അറ്റാക്ക് എന്ന് പറയണം, പാനിക് അറ്റാക്ക്. അതൊരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ നെഞ്ചിടിപ്പും ഒരു അസെൻഡിങ് ഫേസ് ഉണ്ട്, ഒരു ഡിസെൻഡിങ് ഫേസും, പെട്ടെന്ന് എന്തോ വന്ന് മരിക്കാൻ പോണമാരെ തോന്നുന്ന അവസ്ഥ. അത് അങ്ങനെ ഒരു ലാസ്റ്റിംഗ് ഒരു 2-3 മിനിറ്റ്സ്. അത് ഒരു 3-ൽ കൂടുതൽ വരികയാണെങ്കിൽ ഡിസോർഡറായിട്ട് കണ്ടിട്ട് അവർക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും. മിക്കവാറും ഡിപ്രഷൻ മൂത്തിട്ടാണ് പാനിക് ഉണ്ടാകുന്നത്. ആങ്സൈറ്റി, പരീക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കല്യാണം, ഇൻ്റർവ്യൂ, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടല്ലോ. അത് പിന്നെ ചില സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒരു സിറ്റുവേഷൻ വളരെ രസകരമായൊരു സിറ്റുവേഷൻ. അമ്മായിയമ്മനെ കാണുമ്പോൾ പാനിക് അറ്റാക്ക് വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എനിക്ക്. പീരിയഡ്സ് സമയത്ത് കിച്ചണിൽ കയറാൻ പറ്റത്തില്ല സ്ത്രീകൾക്ക്. അതൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് മാറ്റേണ്ട. അതുമാത്രമല്ല, ഈ അമ്മായിയമ്മ ചെയ്യുന്നത് ആ കുട്ടിയെ വെള്ളമൊഴിച്ച് ഒരു ബാത്റൂമിൽ ഇട്ട് കുളിപ്പിക്കും. പ്രായപൂർത്തി, ഇപ്പം മാഡത്തിൻ്റെ അതേ പൊക്കവും മണ്ണുള്ളൊരു പെണ്ണിനെ അമ്മായിമ്മ ഒന്ന് വെള്ളമൊഴിച്ച് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് പാനിക് അറ്റാക്ക് ഉണ്ടാകാണ്ടിരിക്കുമോ? അവർക്ക് വീട്ടിലോട്ട് ബാക്കി ഭർത്താവിനൊക്കെ വലിയ ഇഷ്ടമാണ്, ഹണിമൂണൊക്കെ പോവും, ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണെന്ന് വിചാരിക്കാം. അമ്മായിമ്മയുടെ ഈ കുളിപ്പിക്കണ സീന ആലോചിക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര വിഷമം. കുളിപ്പിച്ചിട്ടേ ഈ കിച്ചണിൽ കയറ്റുള്ളൂ.
അപ്പോൾ അതൊക്കെ പാനിക് അറ്റാക്ക് ഉണ്ടാക്കുന്ന അവസ്ഥകളിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ ആ വീട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് വേറൊരു സ്ഥലത്തോട്ട് ബാംഗ്ലൂരോട്ട് ജോലി വാങ്ങിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കലില്ലല്ലോ, അവിടെ ഭർത്താവും ഇവരും മാത്രമേ ഉള്ളൂ. സ്ഥലം മാറ്റിയാൽ മതി. ഡോക്ടർ, ഈ സൈക്യാട്രിയിലേക്ക് വരുന്ന സമയത്ത് പേഷ്യൻസ് പലരും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സും പേടിക്കുന്ന ഒരു ഫാക്ടർ ഈ മെഡിക്കേഷൻസ് എടുക്കുന്നതാണ്. ഇപ്പോൾ ബാക്കി എന്ത് അസുഖം വന്ന് ഓപ്പറേഷൻ സർജറീസ് ഒക്കെ ചെയ്താൽ ആളുകൾക്ക് പ്രശ്നമില്ല, പക്ഷെ സൈക്യാട്രിക് മെഡിക്കേഷൻസിനോട് വല്ലാത്തൊരു തരത്തിലുള്ള ഒരു സ്റ്റിഗ്മ വർക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും ലോങ് ടേം ആയിട്ട് ഈ മരുന്നുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ഈ മരുന്നിനോട് അഡിക്ഷൻ തോന്നുക, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ടോ? ഇത് ജനറലിൽ ഉണ്ടാവുന്ന ഒരു കോമൺ പ്രോബ്ലം. ഇന്നും ഞാൻ പറയാം, ഇന്ന് ഒരു സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ് എൻ്റെ അടുത്ത് വന്നത്. ഇതുപോലെ ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയ പിന്നെ അവൾ ഡിപ്രഷൻ, സൂയിസൈഡ് വരെ എത്തി. എന്നാലും മരുന്ന് എഴുതുന്നത് കഴിക്കാനായിട്ട് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇവളിങ്ങനെ വർത്ത്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ യൂസ്ലെസ് ആണ്, ആർക്കും എന്നെ വേണ്ട, ഞാൻ യൂസ്ലെസ് ആണെന്ന് കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറഞ്ഞാൽ സൂയിസൈഡാണല്ലോ. അപ്പോൾ അവരോട് പോയിട്ട് വലിയ കൗൺസിൽ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അവരെ എങ്ങനെയെങ്കിലും ഈ തലയുടെ ഉള്ളിൽ കയറി അവളുടെ മനസ്സിൽ മൊത്തം എന്നെ ഇത്രയും നാൾ പൊന്നുപോലും കൊണ്ട് നടന്ന ആ പയ്യനെ എന്നെ ഇട്ടിട്ട് പോയില്ലേ എന്നും പറഞ്ഞാൽ അവൾ ഇനി എന്തിനാണ് ഞാൻ ജീവിക്കണം എന്നുള്ള രീതിയിലാണ് അവളിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഈ അവൻ ഇട്ടിട്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അവർ പറയണത് എങ്ങനെയാണ്, അവൾ നല്ല പയ്യനാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ അവളുടെ മനസ്സിലിരിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മൾ എത്ര കൗൺസിൽ ചെയ്താലും കേൾക്കൂല. ആ സമയത്ത് ഒരു ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറഞ്ഞ മെഡിസിൻസ് ഉണ്ട്, അത് അഡിക്റ്റീവ് അല്ല. ആൻറ്റി ഡിപ്രസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡൊക്കെ ഇങ്ങനെ ബെറ്റർ ആക്കി, നമ്മളെ ഒന്ന് ഉയർത്തി സ്ട്രോങ് ആക്കി, ഇതിൻ്റെ ഒരു മേളിൽ നിന്നും ഒരാളെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയാൽ എന്ത് ചെയ്യും, ഇപ്പുറത്തെ കസേരയിൽ ഇരിക്കുന്ന ആളുടെ പോലെ ആവും. അപ്പുറത്തെ കസേര സഫറിങ് ആണല്ലോ. ഇപ്പോഴത്തെ ഒരു ഡോക്ടറാണ്. ഇപ്പം നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞ സാധനം ഉള്ളിൽ നിന്ന് എത്തിക്കാൻ പറ്റുമോ? അത് തന്നെ ഉണ്ടാവേണ്ടതല്ലേ. ഇതില്ലാത്തവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാം. ആൻഡ് ഐ യൂസ് ടു കൗൺസിൽ ദെം, ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് ഫ്രം അതേഴ്സ്. ഇപ്പോൾ ഭർത്താവായാലും ശരി, മക്കളായാലും ശരി, ഒരു കാലത്ത് മക്കളൊക്കെ കല്യാണം കഴിച്ച് നമ്മൾ ഇട്ടിട്ട് പോകും, എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇങ്ങനെ ഈ ആളില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലോട്ടാണ് വരുമ്പം ചിലപ്പം സിവിയർ ഡിപ്രഷനിലോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൂഡ് എലിവേറ്റ് ചെയ്യണ മരുന്നുകൾ കൊടുക്കണം. ഒന്ന്, മാഡം ചോദിച്ച അഡിക്ഷൻ ഉണ്ടാവുമോ അത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്ട് ചെയ്യുന്ന മരുന്നുകൾ എന്നാണ് അഡിക്ഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റിലീഫ് കിട്ടുന്ന മരുന്നുകളുണ്ട്. അതിപ്പോൾ നമ്മൾ ഇഞ്ചക്ഷനായിട്ടൊക്കെ കൊടുക്കും, അയ്യോ 10 എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കുന്ന ചില കുട്ടികളും അമ്മമാരും എല്ലാം വരും. പാനിക്കായിട്ടും വരാം, സ്ട്രെസ് റിയാക്ഷനായിട്ട് വരാം, സൈക്കോട്ടിക്കായിട്ടും വരാം. എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളം, ഗൈസ് കൂസ് എന്നൊക്കെ പറഞ്ഞ് ഒച്ചയൊക്കെ എടുത്ത് ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവർ പറയണത് ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. അവർ കൗൺസിൽ ചെയ്ത് ശ്രദ്ധിക്കുകയൊന്നുമില്ല. അവരെല്ലാം കൂടി എടുത്ത് ചിലപ്പോൾ ടീച്ചറിൻ്റെ കാര്യം പറയും, ചിലപ്പോൾ പഠന കാര്യം പറയും, ഇപ്പോൾ ചിലപ്പോൾ എല്ലാം BSc മാത്സിൻ്റെ കാര്യം പറയും, അത് പറയും, സാറിന് ഇതറിയാവോ ഇതാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണവരെ കൗൺസിൽ ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ നമുക്ക് സഡനായിട്ട് ഇപ്പോൾ ഭയങ്കര ഒച്ചപ്പാടായിട്ട് പിടിച്ചിട്ടൊക്കെയാണ് വന്നത്. നമുക്ക് ആ ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ നമ്മൾ കൊടുക്കുന്ന ഷോർട്ട് ആക്ടിങ് ലോറസെപ്പാം എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനാണ്. അത് IV കുത്തി കഴിഞ്ഞാൽ റെസ്പിറേഷൻ ഒന്നും കുഴപ്പമുണ്ടാക്കില്ല. അത് ചെന്ന് കഴിയുമ്പോൾ അപ്പം തന്നെ കാമായിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പം തന്നെ 3 ദിവസമായി ഈ കുട്ടി ഉറങ്ങിയിട്ട്. ഞാനിത് കൊടുത്തപ്പോൾ ഇവിടെ ഇങ്ങനെ ആ ഒരു നല്ല ഒരു പൊസിഷനുണ്ട്, സ്ലീപ്പ് ഇങ്ങനെ വെച്ച് കൈയൊക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചുരുണ്ട് കിടന്ന് ഉറങ്ങണം കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനമായി. 3 ദിവസമായിട്ട് ഉറങ്ങാത്ത ആ കുട്ടി ഒരു ഇച്ചിരി നേരം ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ വീട്ടിലുണ്ടാവുന്നതും നോക്കി നിൽക്കുന്നവർക്ക് തന്നെ. അപ്പം മരുന്നുകൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ ബ്രെയിനൊക്കെ സെറ്റാകാനായിട്ട് ഒരു 6-8 മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ബ്രെയിൻ സെറ്റാവും. അപ്പോൾ എഴുന്നേറ്റ് ചോദിക്കണം. അപ്പോൾ അവർ സംസാരം ഒരു ട്രെയിൻ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു അറ്റത്തുനിന്ന് വരുമ്പോൾ നീ എന്താണ് പ്രശ്നം മോളെ, നിൻ്റെ ഇതാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ പറയൂ. ഞാനിങ്ങനെ എന്തൊരു പഠിക്കുകയാണ്, ഞാനൊരു ടീച്ചറാണ്, എനിക്ക് സിവിൽ സർവീസ് എടുത്ത് അങ്ങോട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇത് പറ്റി അത് പറ്റി പറയാം. അവൾ പറയാനുള്ളതൊക്കെ പറയും. അപ്പം അത് പറയുന്നത് ലോജിക്കലാണെന്ന് നോക്കുക. ലോജിക്കലാണെങ്കിൽ നമ്മൾ കൗൺസിൽ ചെയ്താൽ മതിയല്ലോ. ലോജിക്കൽ അല്ലാതെ ഇപ്പോൾ പറയണത് എൻ്റെ വീട്ടിൽ ഇപ്പോഴും
ക്യാമറ ഇരിപ്പുണ്ട്, ബാത്റൂമിൽ ക്യാമറ, അവിടെ ക്യാമറ, കാറ്റ് വീശുന്നു, അതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ എന്നൊക്കെ പറയും. നടക്കാത്ത കാര്യങ്ങൾ. അപ്പോഴും ശരിയായിട്ടില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ അവർക്ക് മരുന്ന് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അത് ഈ അക്യൂട്ട് ഓൺസെറ്റ് ആണെങ്കിൽ 1-2 ആഴ്ച മരുന്ന് കഴിച്ചു കഴിഞ്ഞ് നിർത്താവുന്നതാണ്. അപ്പോൾ മാഡം ചോദിച്ച മാതിരി 2 ടൈപ്പ് മെഡിസിൻ ഉണ്ട്. സഡനായിട്ട് മാറ്റമുണ്ടാക്കുന്ന മരുന്നുകളോടാണ് മനുഷ്യന് അഡിക്റ്റ് ആകുന്നത്. പിന്നെ പതുക്കെ ആക്ട് ചെയ്യുന്ന മരുന്നുകളുണ്ട്, അതാണ് നമ്മൾ കൊടുക്കാൻ ലോങ് ടേം കൊടുക്കുന്നത്. ആൻറ്റി ഡിപ്രസൻസ് അത് പതുക്കെ പതുക്കെ നമ്മുടെ മൂഡ് ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്ട്രോങ് ആക്കി നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. ഇപ്പോൾ ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കടന്നു ഉറങ്ങിയാൽ മാത്രം പോരാ, ലൈറ്റെല്ലാം ഓൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതേ പ്രോബ്ലം തന്നെ വരരുത്. എത്ര ലൈറ്റ് ഇട്ടാലും നമ്മൾ അതിലൂടെ കടന്നു പോകാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മരുന്നുകളാണ് നോൺ അഡിക്റ്റീവ് ബെസ്റ്റ് മെഡിസിൻസ്. ഡോക്ടർ, ഇപ്പോൾ കുട്ടികളിൽ കൂടുതൽ കാണാനുള്ള ഒരു പ്രവണതയാണ് സെൽഫ് ഡയഗ്നോസിങ്. ഗൂഗിള്, ChatGPT, യൂട്യൂബ് വീഡിയോസ് എല്ലാം നോക്കി എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രശ്നമാണെന്ന് സെൽഫ് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അതിൽ റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലേ ശരിക്കും? പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഇത്രയും വർഷം ഇരുന്ന് 30 കൊല്ലമൊക്കെ പഠിച്ചാലും ഒരു നല്ല ഡോക്ടർ ഡിഗ്രി കിട്ടുള്ളൂ. MBBS 5 കൊല്ലം, MD 3 കൊല്ലം. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞ് DMO DNB ഒക്കെ പാസ്സായി വരുമ്പോൾ 28-30 വയസ്സാവും. ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് ഒരു ഡോക്ടറാകുന്നത്. പക്ഷെ ഗൂഗിളിൽ പറയുന്നത് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കുന്നു, അപ്പോൾ തന്നെ ഉത്തരം വരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒക്കെ ഇങ്ങനെ കാണിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ 35 കൊല്ലത്തിന് നമ്മൾ കാണാത്ത സൈഡ് എഫക്റ്റ് ഒക്കെ അത് ചോദിച്ചിട്ടുണ്ടാവും. ഇവർ ഇതൊക്കെയാണ് വായിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് പറയും ഇതെങ്ങനെ ഉണ്ടാവുമോ, അത് ഇതിന് കൊടുക്കുന്നതല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഗൂഗിളിന് നോക്കിക്കാൻ ഡോണ്ട് ഗൂഗിൾ. എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഇത് വാക്കുകളാണ്. നെവർ ഗൂഗിൾ. ഈ ഡോക്ടർ ഈസ് ദ ബെസ്റ്റ്. ഒരു ഫാമിലി മെമ്പറെ പോലെ ഡോക്ടർ കാണുക. ലൈഫ് ലോങ് ആയിട്ട് അവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു ഡോക്ടറാണ്. അവരൊരു കുടുംബത്തിലെ ഒരു മെമ്പർ പോലെയാണ്. അതുമല്ല ഏതൊക്കെ പറയണം ഏതൊക്കെ പറയണ്ട എന്ന് കൃത്യമായിട്ട് അറിയാം. ചില കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങളൊക്കെ, ബെഡ്റൂം സീക്രട്ടും അത് മുതൽ അത് ഒതുക്കി വെക്കാനും ചിലവരൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വഴിയാണ് മാഡം പറയണേ എന്താണെന്ന് വെച്ചാൽ ഈ സെക്ഷൽ പ്രോബ്ലമൊക്കെ ഉള്ളവർ ഗൂഗിളിൽ പോയി നോക്കി, അത് പോയിട്ട് വേറെ ആളോട് പറഞ്ഞു, പിന്നെ പോയി ഫാദറിൻ ലോ മദറിൻ ലോ വീട്ടുകാരനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടവുമില്ല. അപ്പോൾ അതൊക്കെ പറയാൻ ഏറ്റവും നല്ലൊരു ഡോക്ടറും സൈക്കോളജിസ്റ്റും സോഷ്യൽ വർക്കേഴ്സും തന്നെയാണ്. കാര്യം അതിനകത്ത് കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ട്. മറ്റൊരാളെ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കുള്ളൂ. മനസ്സിലായി? ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ മെത്തേഡ്സിലൂടെ ശരിയാക്കാൻ പറ്റും ഒരു ഡോക്ടറെ സംബന്ധിച്ചിട്ടുണ്ട്. അതിന് ഗൂഗിളും മരുന്നൊന്നും ആവശ്യമില്ല. ഡോക്ടർ സിനിമയൊക്കെ കാണാറുണ്ടോ? ഓക്കെ. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സുഭാഷ് ആ ഒരു ഗുഹേൻ്റെ ഉള്ളിലേക്ക് വീണുപോയതിനു ശേഷം തിരിച്ച് എണീറ്റ് വരുന്നുണ്ട്. അപ്പം അതിനുശേഷം അയാളെ ശരിക്കും ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ആയിരിക്കുമല്ലോ. അപ്പം അത്രയും വലിയൊരു ആഘാതത്തെയാണ് ഈ പറയുന്ന പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇപ്പോൾ പല പല ഡിപ്രഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആങ്സൈറ്റി ഡിസോർഡേഴ്സ് വരുന്നു. ഇതിന് ശേഷമുള്ള എല്ലാത്തിനും ഈ കോമൺ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ടേം യൂസ് ചെയ്യുന്നു. തെറ്റാണ്. കാരണം പോസ്റ്റ് ട്രോമാറ്റിക്സ് അത് ഈ ഞങ്ങളൊക്കെ PG പഠിക്കുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ട്രോമ റിലേറ്റഡ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് PTSD അത് കാരണമുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ബോംബ് വിഷിൻ്റെ അടുത്തുകൂടി പോയി, അല്ലെങ്കിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ മിസൈൽ അറ്റാക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി യുക്രൈൻ അവിടെയൊക്കെ ചെയ്യുന്നവർക്ക് PTSD ആണെങ്കിൽ കമ്പനിയിൽ നിന്ന് ഇത് കിട്ടും, എന്തോ പൈസയും കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും, സോമന്. അപ്പോൾ PTSD ആക്കി മാറ്റുന്ന ആൾക്കാരുണ്ട് ഇതിൽ. ശരിക്കും PTSD എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ടേം ആയിട്ടാണ് മനുഷ്യർ എടുക്കേണ്ടത്. കാരണം ഈ വെറുതെ ഒരു ഉരുണ്ട് വീണത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒന്നും അല്ല. അതിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിവിയർ സ്ട്രെസ്. ഇപ്പോൾ ഒരു റേപ്പ് വിക്റ്റിം, അത് സിവിയർ ട്രോമയാണ്. ഇത് റേപ്പ് കിട്ടിയത് കൊണ്ടുണ്ടാകുന്ന ട്രോമ അത് എപ്പോഴും ഒരു വലിയ ട്രോമ തന്നെയാണ്. അത് ആരായാലും ട്രോമയാണ്. 2, ഈ സുനാമിയുടെ മുകളിൽ കൂടി പറന്നു പോവുക, എർത്ത് ക്വേക്ക്, മിസൈൽസ്, ഈ അറ്റാക്ക്, വാർ, പിന്നെ വലിയ ആക്സിഡൻസ് ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, ഇപ്പോൾ ആ ഗുഹയിലോട്ട് പോകുന്ന ആരും ഫേസ് ചെയ്യാത്തൊരു
സംഭവമാണല്ലോ. ഇത്ര വലിയ ഗുഹയെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരില്ല. അപ്പം മറ്റ് ആർക്ക് ഉണ്ടായാലും അത് സ്ട്രെസ്സായിരിക്കണം എന്നാണ്. അത് സ്ട്രെസ്സിൻ്റെ ഒരു ക്വാളിറ്റി. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സിനുള്ളിൽ സ്ട്രെസ് ഷുഡ് ബി സോ സിവിയർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി സ്ട്രെസ്ഫുൾ ഫോർ ഏറ്റവും വലിയ ധൈര്യമുള്ള ഒരാണായാലും ശരി, അവർക്ക് പോലും ടെൻഷൻ ഉണ്ടാക്കുന്ന സ്ട്രെസ് ആയിരിക്കണം എന്നാണ്. അത് ഈ റേപ്പോ എർത്ത് സുനാമിയോ എന്തായാലും ആ ലെവലിലുള്ള സ്ട്രെസ് ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി, ഈ ഉറക്കത്തിലും അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞെട്ടി എഴുന്നേറ്റ് അയ്യോ എന്ന് പറഞ്ഞ് എഴുന്നേക്കണം. ലീവിങ് എക്സ്പീരിയൻസ്. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പിന്നെയും നെഞ്ചിടിപ്പും വേർപ്പും ഈ കട്ടിലേന്നൊക്കെ ചിലപ്പോൾ ഞെട്ടി വേർത്തിങ്ങനെ എഴുന്നേക്കുന്ന ഒരു സിംറ്റംസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ PTSD ഡയഗ്നോസ് ചെയ്യാൻ പാടുള്ളൂ. ഇതൊന്നും ഇല്ലാതെ വെറുതെ ഒന്ന് സൈക്കിളിൽ നിന്ന് വീണെന്നോ ബൈക്ക് എന്നും പറഞ്ഞാൽ അത്ര വലിയ PTSD അല്ലാതെ ഇതിന് ഈ ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത് ഈ ടേം ഇസ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്. ട്രോമ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ സിവിയർ ട്രോമ. ഇറ്റ് ഷുഡ് ബി വെരി 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 റെയർ ആൻഡ് വെരി ഡിസാസ്റ്റേഴ്സ്. സുനാമി, എർത്ത് ക്വേക്ക് അങ്ങനെ ആയിരിക്കണം. പിന്നെ ഈ ക്വാളിറ്റീസ് ഉണ്ടാകണം. അപ്പോൾ ഈ ഡിപ്രഷനും അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിനും ഒക്കെ ശേഷമുള്ള അവസ്ഥയെ എന്താണ് വിളിക്കേണ്ടത്? സ്ട്രെസ് തന്നെയാണ്. നോർമൽ സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയില്ല, സിവിയർ സ്ട്രെസ്. പോസ്റ്റ് ട്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ വെരി വെരി സിവിയർ എർത്ത് ക്വേക്സ് അങ്ങനെയുള്ള ഈ ഞെട്ടിയൊക്കെ എഴുന്നേറ്റ് വേർത്ത് കുളിക്കും. ഇപ്പൊ ഈ ഡൈവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം ഇയാള് ഡൈവേഴ്സ് ചെയ്യുമ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പം ഡൈവേഴ്സ് ആയില്ലേ, ഇനിയിപ്പോ പുള്ളി വരൂലല്ലോ, അപ്പൊ തൊട്ടാണ് സമാധാനിച്ചിട്ട്. അപ്പൊ രണ്ടു തരത്തിലുണ്ട്. ഡോക്ടർ, ഇപ്പം 90s 80s 70s കിഡ്സിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെപ്പോഴും പറയും എൻ്റെ ചൈൽഡ്ഹുഡ് വളരെ ട്രൊമാറ്റിക് ആയിരുന്നു എന്ന് പറയും. പക്ഷേ ആ ട്രൊമാറ്റിക്കിൻ്റെ ഉള്ളിൽ അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് കാരണമുള്ള പ്രശ്നങ്ങളാണ് ബാക്കിയെല്ലാം ഫോളോ അപ്പ് ചെയ്ത് വരുന്നത്. അപ്പം ശരിക്കും അതിനെ അപ്പം നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? അവർ കടന്നുപോയ ആ സാഹചര്യങ്ങൾ ഇപ്പം ഒരു ചൈൽഡ്ഹുഡ് ട്രൊമാറ്റിക് ആണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ ഈ പറയുന്ന പോലെ എന്തൊക്കെ ഫാക്ടേഴ്സ് വേണം? ഈ ഫിനാൻഷ്യൽ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞാലേ സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു വെറുതെ നമ്മൾ കഷ്ടപ്പാടും വിഷമങ്ങളും അനുഭവിക്കാതെ, പട്ടിണിയൊന്നും അനുഭവിക്കാതെ വന്ന ആൾക്കാരാണ്. ഇപ്പം നമ്മൾ ഫിനാൻഷ്യലി അത്ര ബാക്ക്വേർഡൊന്നും അല്ല. കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ കൃഷിയായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുമുണ്ട്. അത്ര വലിയ ഫിനാൻഷ്യൽ പ്രോബ്ലം ഒന്നും ഇപ്പം ഇല്ല എന്ന് വെച്ച് നോക്കുകയാണ്. അപ്പം ഈ ഫിനാൻഷ്യൽ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഉള്ളത് വെച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ അറിയാൻ പാടില്ലെന്ന് ഞാൻ പറയൂ. ശരിക്കും പറഞ്ഞാൽ ഫാദറും മദറും ഹാപ്പി ആയിട്ട് പോകുന്നില്ല. ഫസ്റ്റ് പാരൻസ് ആർ ഫൈറ്റിങ് ഈച്ച് അതർ. വന്നപ്പോൾ തന്നെ ഇന്ന് ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്ത് കിടപ്പുണ്ട്. കല്യാണം കഴിച്ച മുതൽ തന്നെ ഇടിയാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ഒരു പാരന്റ് ഞാൻ വളർത്തിക്കൊണ്ടുവന്നിരുന്ന ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്താണ്. ഒരു മോൻ, ഹസ്ബൻഡിൻ്റെ കാര്യം പറയും, ഒറ്റ മോൻ, ആ കുടുംബത്തിലെ എല്ലാ പെണ്ണുങ്ങളാണ്. ആ മോന് എല്ലാ അമ്മ ഇങ്ങനെ കൊടുത്താൽ വളർത്തി. ഇത് ഈ പെണ്ണ് കല്യാണം കഴിച്ച് ചെന്ന പെണ്ണിന് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും. അത് ഇടിയോടിടി അങ്ങനെ ഇടിച്ച് കണ്ടു വളരുന്ന ഈ കുട്ടികൾക്കാണ് ഈ ട്രോമ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. മദ്യപിച്ചിട്ട് വീട്ടിലുണ്ടാക്കുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഈ അസഭ്യ വാക്കുകൾ, കൊടുങ്ങല്ലൂർ ഭാഷ, അതുക്ക് മേലുള്ള ഭാഷകളൊക്കെ, ഫൗൾ ലാംഗ്വേജ് കേട്ടുന്നു. പിന്നെ വഴിയിലൊക്കെ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുമ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് കിടക്കുകയാണെന്ന് വെച്ചോ. ഇവര് കൂട്ടുകാരായിട്ട് നടന്നു പോകുമ്പോൾ മറ്റു കുത്തി പറയാനില്ല, ഇത് നിന്റെ അച്ഛനല്ലേ ആ കിടക്കണ. അപ്പോൾ ഉണ്ടാവുന്ന ക്രോമ ഭയങ്കര വരും. ആ കുട്ടികളുടെ മുമ്പിൽ എൻ്റെ അപ്പൻ അവിടെ നിലത്ത് കിടക്കണായിട്ട് വെച്ചാൽ അന്ന് സ്കൂളിൽ പോകില്ല, പിന്നെ സ്കൂളിലോട്ട് പോകത്തില്ല. എന്നും അതൊരു വേദനയായിട്ട്, അത് എന്നും ഒരു വേദനയായിരിക്കും. അതുപോലെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് പറയാൻ. ഞാൻ ചുരുക്കി പറയുകയാണ്. ഇപ്പോൾ ഈ ഒരു കല്യാണം നടക്കുകയാണ്, കേക്ക് കട്ടിങ്. അപ്പോൾ സ്റ്റേജിൻ്റെ മുമ്പിൽ നിന്ന് കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇവരുടെ അപ്പൻ പോയിട്ട് കള്ളു കുടിച്ചിട്ടേ ആ കേക്കിൻ്റെ പുറത്തോട്ട് വീഴുകയാണ്. അപ്പോൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് ആഭാസപ്പെട്ടു പോവല്ലേ. ആ കുട്ടിയും ഫാമിലിയും എല്ലാം കൂടി നാണക്കേടായിട്ട് പള്ളിയിൽ പോലും പോകാതെ ഒരു കൊല്ലമൊക്കെ ഇരിക്കും. ഒരു യുവ എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു മദ്യപാനിയുടെ കൂടെയുള്ള മക്കളുടെയും ഭാര്യയുടെയും ജീവിതമാണ് ഏറ്റവും വലിയ നരകമെന്ന്. അതെ,
അവരാണ് ഏറ്റവും വലിയ ട്രോമാസിലൂടെ കടന്നു പോകുന്നത്. ഉണ്ടാവുന്നതുമാണെങ്കിൽ ഞാനിപ്പോൾ 2 ലക്ഷം മദ്യപാനികളെ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഈ മദ്യമാണ് പാനീയം കുറ്റം പറയണ്ട, പാനീയം, ഈ മദ്യമാണ് അച്ഛനെ അങ്ങനെ ആക്കി മാറ്റിയത്. ശരിക്കും പറഞ്ഞാൽ മദ്യമില്ലാതെ ഇരിക്കുമ്പോൾ ചില ഭാര്യമാരെ എന്നോട് പറയാറുണ്ട്, ഇത്ര നല്ല മനുഷ്യനില്ല കേട്ടോ, മദ്യപാനികൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, നീ അത് കഴിച്ചോ ഇത് കഴിച്ചോ അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഡോക്ടർ, ഇപ്പം മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ പോലെയല്ല ഇപ്പം സൈക്കാട്രി എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതലായിട്ട് നമ്മൾ ഫിസിക്കലായിട്ടുള്ള ആളുകളുടെ വേദനകളും ബുദ്ധിമുട്ടും അല്ല, മനസ്സിന്റെ വേദനകളും വിങ്ങലുകളും ഒക്കെയാണ് എപ്പോഴും പറയുന്നത്. മുമ്പിലിരുന്ന് ഒരു ദിവസം കരയുന്ന ആളുകളുടെ എണ്ണം തന്നെ ഡോക്ടറിന് അറിയാമായിരിക്കും. അപ്പം ഈ ഒരു വേദന, ഈ ഒരു സഫറിങ് വരുന്ന ആളുകളെ കൂടുതലായിട്ടും ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ടാണോ നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത്? അതായത് മനസ്സിലിങ്ങനെ ഒതുക്കി വെക്കാതെ കുറച്ചുകൂടി അത് ഫ്രീ ആയിട്ട് കരയാൻ തോന്നുന്നുണ്ടോ കരഞ്ഞോളൂ, അങ്ങനെയാണോ ശരിക്കും നമ്മൾ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഇവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഇരിപ്പുണ്ട്, കണ്ടോ? ഞാൻ അതിങ്ങനെ എടുത്തിങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഇത് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവര് സാറ് കുറച്ച് കഴിയുമ്പോൾ പറയാനുണ്ട് കേട്ടോ. അവർക്ക് ഉള്ളിലിരിക്കുന്ന വേദനകൾ ആരോടെങ്കിലും തുറന്നു പറയണം. അപ്പോൾ ഇരുന്ന് കൊടുത്ത് ആക്റ്റീവായിട്ട് ഇരുന്ന് കൊടുക്കുന്നത് വളരെ വളരെ ഭയങ്കര റിലീഫായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയോട് ഇന്നലെ വന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞ്, മോളെ നീ ഒരു പണിയായി, നീ നിൻ്റെ ആ ജോലി വിടാതെ നീ ജോലിയിലോട്ട് പ്രവേശിക്കുക. ഇവൻ പോയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന് തലമുണ്ണാക്കാതെ, ജോലി ഓൾമോസ്റ്റ് കളഞ്ഞിട്ട് ഇവൻ്റെ കൂടെ നോർത്തിലോട്ട് പോകാനിരുന്ന കുട്ടിയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് മുമ്പ് ഫാഷൻ ഡിസൈനിൻ്റെ കാര്യമാണ്, അവളുടെ ജോലി കളഞ്ഞിട്ട് ഇവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോയിരിക്കും. അതല്ല വേണ്ടത്, നീ പോയിട്ട് നിൻ്റെ ജോലി ചെയ്യും. ആദ്യം ചെയ്യുന്നത് നമ്മുടെ ജോലിയിലോട്ട് കയറാം. അപ്പോൾ തന്നെ ജോലി വിൽ മേക്ക് യുവർ സെൽഫ് വെരി വെരി ഹാപ്പി. ആൻഡ് എല്ലാവരും പറയും എന്തുണ്ട് വിശേഷം എന്നൊക്കെ പറയുമ്പോൾ യു വിൽ ബി ഓൾ റൈറ്റ്. മോളുടെ പ്രശ്നം ആരും അറിയുന്നില്ലല്ലോ, മറ്റുള്ളവരൊന്നും തമാശയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പോകും. അപ്പോൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഞാനിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. സോ ദേ വിൽ എക്സ്പ്രസ് ദെയർ പ്രോബ്ലംസ് ആൻഡ് സംബഡി ഈസ് ലിസണിങ് ടു ഇറ്റ്. എൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. അത് വരുമ്പോഴാണ് ഇവരെല്ലാം ഭയങ്കരമായിട്ട് മോശമായി പോകുന്നത്. അത് കേട്ട് കൊടുക്കണം എപ്പോഴും. യു ഹാവ് ടേക്കൺ എ റൈറ്റ് ഡിസിഷൻ ടു ബി എ സൈക്കോളജിസ്റ്റ്. ഇരുന്ന് കേട്ടാൽ മതി, അവർക്ക് പകുതി മുക്കാൽ അസുഖം മാറും. അത് കഴിഞ്ഞ് ഇതുപോലുള്ള അഡ്വൈസ്, യു ഡു യുവർ ജോബ് വിൽ മേക്ക് യു ഹാപ്പി. എല്ലാവരോടും എനിക്ക് പറയാൻ അത്രേ ഉള്ളൂ. നമ്മുടെ ജോലി ചെയ്ത് പോവുക, പ്രൊഡക്റ്റീവായിട്ട്. അപ്പോൾ നമ്മുടെ അറ്റൻഷനൊക്കെ ഡൈവേർട്ട് ആവും. അതിലും വലിയ പ്രശ്നമായിട്ടായിരിക്കും അടുത്ത ആൾ വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒന്നുമില്ലല്ലോ എന്ന്. ഞാനൊരു എക്സാമ്പിൾ ഒരു കാര്യം പറയാം. ഒരു ആൽക്കഹോൾ പേഷ്യൻ്റ് സൂയിസൈഡ് ചെയ്യാൻ നോട്ടൊക്കെ എഴുതി വെച്ചു. കാര്യം കടബാധ്യതകൾ, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ആർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ഒന്നും വേണ്ട. ഒരു തടിപ്പണിക്കാരൻ മരിക്കാനായിട്ട് സൂയിസൈഡ് നോട്ട് വെച്ച് മരിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ വാർഡിലാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്തേക്കാം. അപ്പോൾ സൂയിസൈഡിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നുള്ള നോട്ട് കിട്ടിയപ്പോൾ തന്നെ പുള്ളീനെ ICUയിലോട്ട് മാറ്റി. ICU ചെന്നപ്പോഴുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന പേഷ്യൻസിൻ്റെ അവസ്ഥകൾ, ശ്വാസം കിട്ടാത്തവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഇവരൊക്കെ കണ്ടപ്പോൾ പുള്ളി വിചാരിച്ച് എനിക്കങ്ങനെ ശ്വാസക്കുഴപ്പമൊന്നും ഇല്ലല്ലോ, എനിക്ക് ഇച്ചിരി ഫിനാൻഷ്യൽ പ്രോബ്ലം അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മൺഡേയാണ് അഡ്മിറ്റ് ചെയ്തത്. വെനസ്ഡേ ആകുമ്പോൾ പുള്ളി തീരുമാനിച്ചു ഞാൻ ഇനി മരിക്കണില്ല. അതിലും വലിയ ആൾക്കാർ ഇപ്പുറത്തും. അന്ന് മുതൽ പുള്ളി ബെറ്ററായി. പുള്ളിക്ക് 13 ലക്ഷം രൂപയാണ് കടം. അത് പുള്ളി തടിപ്പണിക്കാരനാണെങ്കിലും പുള്ളി ഒരു ബ്രോക്കറായിട്ട് ആ തടിപ്പണി തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ലാൻഡ് കച്ചവടം നടത്തി. പുള്ളിയുടെ നല്ലൊരു ഭാഗം കടബാധ്യതകൾ വീടി ഇപ്പം നല്ലവണ്ണം ജീവിക്കും, മരിക്കേണ്ട കാര്യമില്ല. എപ്പോഴും പ്രശ്നം വരുന്ന സമയത്ത് നമ്മളെക്കാൾ പ്രശ്നമുള്ളവരെ കുറിച്ച് ആലോചിക്കണം. തീർച്ചയായിട്ടും. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടറിന് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റും. ഡോക്ടറിന്റെ ഒരു അറ്റൻഷനും കെയറും ഒക്കെ കിട്ടുന്നത്. നമ്മൾ ഈ ജോലി ചെയ്യുന്നത് ഇപ്പോൾ 35 years ആയില്ലേ, എത്ര 5 ലക്ഷം പേരെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ആരെങ്കിലും നമ്മളെ ഒരു ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. വെരി ഗുഡ് ദാറ്റ് യു ഹാവ് ടേക്കൺ എ വണ്ടർഫുൾ ഇന്റർവ്യൂ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്.